നേതാവേ, ആ വീട്ടിലൊരു 8-10 വോട്ടാണെന്ന് തോന്നുന്നു. ഈ വീടൊക്കെ എപ്പോ വന്നു? പോയി നോക്കാം. എന്താ പട്ടാപ്പകലാണോ കരോളൊക്കെ? കൂടെ അണികളാരും ഇല്ലേ? എന്റെ പൊന്നു മക്കളെ ഒന്നും പറയണ്ട. എന്റെ വണ്ടിയും ആൺകുട്ടികളെയും ഒരു ചാക്ക് നിറയെ സമ്മാനങ്ങളുമായി ഒരു കള്ളൻ ഇപ്പൊ കടന്നു കിടന്നു. അവനെ ഒന്ന് പിടിക്കാൻ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആള് വട്ടനാണെന്ന് തോന്നുന്നു നേതാവേ. വട്ടനാണെങ്കിൽ എന്താ കൂട്ടിട്ടൂലേ? ഉണ്ടായി ചേട്ടാ, കള്ളനെ പിടിക്കാൻ മാത്രല്ല, ഞാൻ ഭരണത്തിൽ വന്ന എന്ത് സഹായം വേണേലും ചെയ്തു തരാം. പക്ഷെ ചേട്ടന്റെ വോട്ട് എനിക്ക് തന്നെ തരണം. ഓട്ടോ? അതെ, ചേട്ടന്റെ ഇപ്രാവശ്യത്തെ വോട്ട് മൺചട്ടി അടയാളത്തിൽ മണിക്കുട്ടിക്ക് തന്നെ കുത്തണം. എനിക്ക് വോട്ടും കോട്ടും ഒന്നുമില്ല. ഉണ്ടായിരുന്ന ഒരു ചാക്ക് സമ്മാനങ്ങൾ ആ കള്ളൻ കൊണ്ടുപോയി. ആ കള്ളനെ പിടിച്ചു വരുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ തരാം. ഉറപ്പാണല്ലോ അല്ലേ? ഞങ്ങള് തരുമ്പോലെ വെറും വാഗ്ദാനങ്ങൾ ആവരുത്. അയ്യോ, അല്ല, ഉറപ്പുള്ള വാഗ്ദാനം ആയിരിക്കണം. താന്റെ വെറും വാക്ക് പറയാറില്ല. ആട്ടെ, ആ ചാക്കിൽ എന്തായിരുന്നു? അത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണോ? എന്റെ പൊന്നു സാന്റെ, ഈ വർഷമെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ? കുട്ടികൾക്കൊന്നും ഇപ്പൊ കളിപ്പാട്ട ആവശ്യമില്ല. പകരം വീട്ടുകാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇപ്പൊ എവിടെ പോയി മേടിക്കാനാ? എന്റെ കയ്യിലാണെങ്കിൽ അതിന് മാത്രം കാശും ഇല്ല. എന്റെ സാന്റെ ചേട്ടാ, അതോർത്ത് ദുഃഖിക്കണ്ട. നല്ല വില കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള ഹോം അപ്ലയൻസസ് വാങ്ങാൻ ഇപ്പൊ ബിസ്മിയില് ക്രിസ്മസ് ഇയർ ആൻഡ് സെയിൽ നടക്കുമല്ലേ? ഉള്ളത് പറയാലോ, നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ല കിടിലൻ ഓഫേഴ്സ് ആണ് ബിസ്മി എന്നും കൊടുക്കാറുള്ളത്. എങ്കിൽ ഈ പ്രാവശ്യത്തെ വോട്ട് വിസ്മിക്ക് തന്നെ. വോട്ട് ഞങ്ങൾക്ക് തന്നെ വേണം. അതല്ല, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പർച്ചേസ് വിസ്മിക്കൊപ്പം. Vismi Home Appliances and Electronics,